ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും വെൽക്കം. ഓ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഷോർട്സ് വൈറലാക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ 5-10 വ്യൂ കിട്ടുന്നുള്ള നിങ്ങളാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും 1K മുകളിൽ പോയിരിക്കും. അതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ യൂട്യൂബ് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 വ്യൂ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒരു 500-ന് മുകളിൽ എന്തായാലും പോവും. അത് പക്ഷേ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കില്ല. ആ വ്യൂ യൂട്യൂബ് നമുക്ക് തരുന്നു എന്നുള്ളൂ. അതിന് മോട്ടിവേഷനായിട്ട് നമ്മൾ യാതൊരു ബന്ധവുമില്ല ആ വ്യൂവിന്. അപ്പോൾ ഞാൻ പറയണ ഒരു സമയമുണ്ട്. ഈ വീഡിയോ ലാസ്റ്റ് വരെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു സമയം പറയും. ആ സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ 1K മേളിൽ നിങ്ങളുടെ വീഡിയോ പോകും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടന്റ് ആണെങ്കിൽ. ആദ്യം നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല സൗണ്ടാണോ, പിന്നെ ക്ലാരിറ്റി ഒക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചിടുക. അതുമാതിരി തന്നെ നമ്മൾ ഷോർട്സ് ആദ്യം കാണുമ്പോൾ തന്നെ കുറേ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തൊടില്ലോ. അതിനു വേണ്ടി നിങ്ങളുടെ കണ്ടൻ്റായിട്ട് കണക്റ്റ് ആയിട്ടുള്ള വല്ല തമ്പനയിൽ മാതിരിയുള്ള ഇത് നോക്കുക, അതായിട്ട് കണക്ട് ചെയ്തിടാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ പരമാവധി ആൾക്കാർ തൊട്ട് അപ്പോൾ യൂട്യൂബിന് തോന്നും ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല വീഡിയോ ആണ്, ഇതങ്ങോട്ട് ഇതാക്കാം, കുറച്ചും കൂടി ആൾക്കാരെ കാണിക്കാം. അപ്പോൾ അവരും കൂടി അത് കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം സപ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുമാതിരിയൊക്കെ വീഡിയോ ഇടുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ മെയിൽ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് കയറി 2 വട്ടം അടിച്ച് കളയാണ്ട് വീഡിയോ കൊണ്ട് ലൈക്ക് ചെയ്യുക, 2 കമൻറ്റ് കിട്ടുമോ. അപ്പോൾ വേറെ മെയിലല്ലേ, വേറെ ആൾക്കാരാണെന്ന് വിചാരിക്കും യൂട്യൂബ്. അതിനെ സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഒരു സമയം ലാസ്റ്റ് പറയാം. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ പോവും. അത് കാരണം നമുക്ക് വീഡിയോ റീച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ സമയം ഞാൻ ലാസ്റ്റ് പറയാം. അതുകൊണ്ട് തന്നെ സമയം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും ഒരേ കണ്ടന്റ് തന്നെ ഇടാം. എന്നിട്ട് നിങ്ങളുടെ കണ്ടന്റ് ഒരു മാസം നിങ്ങൾ ആ കണ്ടന്റ് തന്നെ ഇട്ടിട്ട് നിങ്ങൾ റീച്ച് ആവണില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ ആ കണ്ടന്റ് യൂട്യൂബിൽ ഓടില്ല, ഉറപ്പാക്കാം. 1K മേളിൽ പോലും പോകണില്ലെങ്കിൽ ആ കണ്ടന്റ് യൂട്യൂബിൽ ഓടില്ല, ഉറപ്പാക്കാം. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്, അതായത് സ്ഥിരം വീഡിയോ ഇട്ടില്ലെങ്കിലും കൂടി ഇടണവർക്ക് ഇടാം. പക്ഷെ ഞാൻ പറയാൻ വെച്ചാൽ സ്ഥിരം വീഡിയോ ഇടണ്ടെന്ന് പറയുള്ളൂ. ഒരു ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ടിടാം. അതായത് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടു, അത് 1K മേളിൽ റീച്ചായി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് റീച്ച് ആവാണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി സമയം നമ്മൾ കൊടുക്കുക. അപ്പോഴേക്ക് അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ഡൗൺ ആവും. അപ്പം മറ്റേ വീഡിയോക്കാണ് റീച്ച് കിട്ടുക. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സമയം ഈ വീഡിയോ റീച്ച് ആവാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം റീച്ച് കിട്ടും, അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സും കിട്ടും. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ഇത് അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് വിചാരിക്കും ഇത് അത്യാവശ്യം റീച്ചുള്ള വീഡിയോ തന്നെ ആവും, ഇതുമാതിരി തന്നെ. അപ്പോൾ ഇതൊന്ന് ഒരു 30 പേർക്ക് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു 20 പേരും കണ്ടാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അത്രയും കൂടി വ്യൂ കിട്ടിയില്ലേ. അതുമാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഇടയ്ക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് 1K അടിക്കണം. എല്ലാവരും സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് അടിച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും യൂട്യൂബറോ അങ്ങനെ വലുതുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. 1K അടിക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാനും ഇവിടെ 1K അടിക്കാൻ തന്നെയാണ് കഷ്ടപ്പെടണത്. 1K അടിച്ചിട്ടില്ല. ഞാൻ ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ഒരു ഷോർട്സ് ഒക്കെ ഇടേണ്ട സമയവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഇതായത്. അതുമാതിരി നിങ്ങൾ പിന്നെ ഷോർട്സ് ഇടുമ്പോൾ ഷെയർ ചെയ്യുക. അതായത് ആൾക്കാർക്ക് ഷെയർ ചെയ്യല്ല, സ്റ്റോറി ഇട്ട് ഷെയർ ചെയ്യുക, ലിങ്ക് കൊടുക്കുക, അങ്ങനെ തൊട്ട് കയറി വരാൻ പറയുക. അല്ലെങ്കിൽ പിന്നെ പുതിയ വീഡിയോ ഇട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി നോക്കാൻ പറയുക. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സൊക്കെ ഒന്ന് കയറി നോക്കേണ്ടതാണ്. അങ്ങനെ ഒരു 10 പേര് കയറി നോക്കിയാലും യൂട്യൂബ് വിചാരിക്കും ഈ വീഡിയോ അത്യാവശ്യം റീച്ച് കിട്ടേണ്ടതാണ്, എങ്ങനെ പോലും 1K മേലെ റീച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ സമയം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മണി തൊട്ട് 12:45, ഒരു 12:15 തൊട്ട് 12:45 വരെ ആയാലും മതി. അതിനുള്ളിൽ നിങ്ങൾ വീഡിയോ ഇട്ടാൽ അത്യാവശ്യം ഹാഷ്ടാഗ് കൊടുക്കുക, തമ്പനയിൽ സെറ്റാക്കുക, സൗണ്ട് അതുമാതിരി തന്നെ ഫസ്റ്റത്തെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ ആൾക്കാർ കണ്ടിരിക്കണ മാതിരി കൊടുക്കുക. ഓക്കെ, അപ്പോഴാണ് ആൾക്കാരൊന്ന് കണ്ടിരിക്കുള്ളൂ. അപ്പോൾ 3 സെക്കൻഡ് കണ്ടാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള വ്യൂ കിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് യൂട്യൂബ് തന്നെ വ്യൂ തരുന്നുണ്ട് തന്നെ. പക്ഷെ അത് എൻഗേജഡ് അല്ല, മോണിറ്റേഷനായിട്ടുള്ള യാതൊരു ബന്ധമില്ലാത്ത വ്യൂ ആണ് കിട്ടണത്. വെറുതെ ആരെങ്കിലുമൊക്കെ കണ്ടുപോകണം വ്യൂ. അതായത് നിങ്ങളുടെ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് അടിച്ച് പോവുമല്ലോ, അങ്ങനെ കിട്ടുന്ന വീഡിയോ മുമ്പൊന്നും വ്യൂ കിട്ടില്ല. 3 സെക്കൻഡെങ്കിലും അതിൽ കണ്ടിരുന്നാലാണ് വ്യൂ കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി പോയാലും കൂടി ആ ഒരു വ്യൂ കിട്ടും. പക്ഷെ അത് എവിടെയും കൂട്ടൊന്നുമില്ല, വെറുതെ വ്യൂ എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്
നിങ്ങൾ ആദ്യത്തെ ഒരു 3 സെക്കൻഡ് അത്യാവശ്യം ആൾക്കാർ കാണണമായിരിക്കും ഇടുക. അപ്പോൾ ആ 3 സെക്കൻഡ് ആൾക്കാർ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയാലും നമുക്ക് ആ വ്യൂ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യൂ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വല്ല വീഡിയോ നിങ്ങൾ എന്തായാലും ഒരു 12:15 തൊട്ട് 12:45 വരെ ഇട്ട് നോക്കുക. ഒരു 3 ദിവസം ഇടാം. അത്യാവശ്യം നല്ലൊരു കണ്ടന്റ് ഇടാം. അതായത് തിങ്കളാഴ്ച ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച ഇട്ട് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഇടാം. അങ്ങനെ 3 വീഡിയോ ഇടാം. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും റീച്ച് ആവാനുള്ള വീഡിയോ ആണെങ്കിൽ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീഡിയോ ആണെങ്കിൽ എന്തായാലും കിട്ടുന്നതിലും കൂടുതൽ വ്യൂ നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം ഹാഷ്ടാഗ് കൊടുക്കുക, മലയാളി FYP അങ്ങനെ ഹാഷ്ടാഗ് കൊടുക്കുക. കിട്ടുന്നതിലും കൂടുതൽ വ്യൂ നിങ്ങൾക്ക് എന്തായാലും കിട്ടും, അതിനെ ഉറപ്പ് പറയാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനത്തെ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കയറി കാണാം. Unni/vlogger/ ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കാം. അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ, സീ യു. ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ ഇനിയും പറയാം. അപ്പോൾ ഓക്കേ.